തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ തൊപ്പിയിലെ പൊന്തൂവലാണ് എന്ന തർക്കമില്ല. എന്ന് പറയുമ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഡിവിഷൻ നോക്കിയാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതായ BJP എങ്കിൽ ഇക്കുറി ഇത് രണ്ടായി ചുരുങ്ങുന്നുണ്ട്. വോട്ട് വളർച്ച ഉണ്ടാവുന്നില്ല, ശതമാന വളർച്ച ഉണ്ടാവുന്നില്ല, പന്തളമടക്കം കയ്യിലുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ കുതിപ്പാണോ കിതപ്പാണോ എന്നൊരു ചർച്ച ഈ മീറ്റിംഗിൽ ഉണ്ടാവുമോ അജീഷ്? അത് തന്നെയായിരിക്കും പ്രധാനമായി ഇന്ന് ചർച്ചയാവുക. കാരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായ ഒരു തിളക്കമാർന്ന വിജയം എന്ന് പറയാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ് ഉള്ളത്. ബാക്കി ഏതാണ്ട് 650ഓളം സംസ്ഥാനത്ത് ഒട്ടാകെ വാർഡുകൾ BJPയുടെ കൈവശം വരുന്ന വാർഡുകൾ നഷ്ടപ്പെട്ടു. മാത്രമല്ല ചില വാർഡുകൾ കൂട്ടിച്ചേർത്തുവെങ്കിൽ പോലും കൂടുതലും നഷ്ടമായ കണക്കുകളാണ് BJPക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇത്തവണ കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുമ്പോൾ 17%. കഴിഞ്ഞ 14%. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17% ഉണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19% വോട്ട് ഷെയർ BJPക്ക് സംസ്ഥാനത്തുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വോട്ട് ശതമാനത്തിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വളർച്ചയല്ല, വോട്ടുകൾ പോകുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പന്തളം നഗരസഭയടക്കം കൈവിട്ട് പോയി. ആകെയുള്ളത് തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി പാലക്കാട് നഗരസഭ നിലനിർത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ. അങ്ങനെയാണ് പ്രധാനമായും തിളക്കമാർന്ന വിജയം. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ ചർച്ചയാവുക ഈ വോട്ട് ശതമാനം കുറഞ്ഞതെങ്ങനെ, അതെങ്ങനെ മെച്ചപ്പെടുത്താം, അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഈ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. എന്തായാലും ഈ തിരുവനന്തപുരം മേയറിന്റെ കാര്യത്തിലും ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. 2 പേരുടെ പേരുകൾ ചുരുക്കപ്പട്ടികയിലുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തായാലും അതിലാരെങ്കിലും ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സർപ്രൈസ് ആയിട്ട് ഒരാളെ മേയറാക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് തന്നെ അറിയാൻ കഴിയും. ഓക്കെ, അജീഷ് ജയകുമാറാണ് കണ്ണൂരിലെ യോഗത്തിന്റെ BJP യോഗത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ നേട്ടം എന്ന് പറയുമ്പോൾ പോലും ഉണ്ടായ പല വലിയ തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടി ആ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്നാണ് അജീഷ് ജയകുമാർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.